SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നേരിൽ കണ്ട് അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അയ്യപ്പ സംഗമം ശബരിമലയ്ക്ക് ഗുണം ചെയ്യുമെന്നും വിഷയത്തിൽ SNDPക്ക് വ്യക്തമായ നിലപാടുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സംഗമം സർക്കാരിന്റെ പ്രായശ്ചിത്തമായി കാണുന്നവർക്ക് അങ്ങനെ കാണാം. BJP നടത്തുന്ന ബദൽ സംഗമം ശരിയല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഗവൺമെന്റ് പിന്നെ ഭരണത്തിൽ വന്നത്. ഭരണത്തിൽ വന്നതുകൊണ്ട് ചെയ്ത തെറ്റില്ലാണ്ടാവുന്നുണ്ടോ? അവിടെ ഭരണത്തിൽ വന്നതുകൊണ്ട് ഇവര് തള്ളപ്പെട്ടോ ജനങ്ങൾ? അല്ല, അത് അവർക്ക് തെറ്റാണെന്നെങ്കിൽ ഇപ്പം തോന്നുന്നതുകൊണ്ടല്ലേ ആ തെറ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ അതിനുശേഷം അതുപോലുള്ള ഒരു ആക്ടിവിറ്റീസ് കൊണ്ട് ഗവൺമെന്റ് വന്നില്ലല്ലോ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വഴികൾ പലതും. സെക്രട്ടറി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19 ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ അതൊക്കെ മുമ്പ് കിട്ടിയിട്ടില്ലായിരുന്നില്ല. 19 കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പണ്ടും. അതിനു മുമ്പും സുഹൃത്തെ, നിങ്ങൾക്ക് വാദിക്കാനും വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയ വക്കാലത്തോട് വന്ന് ഞാൻ അതിനു മുമ്പും പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് തുണ കിട്ടി. ഇത് തുടങ്ങുകയാണ്. നിങ്ങൾ കാട് കേൾക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ ശബരിമലയെ അതിന്റെ പുണ്യത അത് എന്താ വിവാദ ഭൂമിയാക്കാതെ എല്ലാവരും സഹായിക്കുക. ഇപ്പൊ നല്ല ഗവൺമെന്റ് അതിന് അങ്ങേറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ സഹായിച്ചുകൊണ്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ദേവസ്വം ബോർഡും നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ദേവസ്വം ബോർഡിനുള്ള എല്ലാ പിൻബലവും ശക്തിയും ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചിട്ടാണ് ആളുകളല്ല. ഗവൺമെന്റിന് എല്ലാ സഹായം ചെയ്ത് കൊടുക്കുന്നില്ല അവർക്ക്. അതുകൊണ്ട് എത്ര നാളുകളായി ഭംഗിയായിട്ട് ശബരിമല പോകുന്നു. അതിന്റെ പ്രസക്തിയും വർദ്ധിപ്പിച്ച് കേരളത്തിന്റെ തന്നെ ഏതാണ്ട് 1200 ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. ഇതിൽ എത്ര എണ്ണം സ്വയം പര്യാപ്തരുണ്ടെന്ന് എനിക്കറിയാം. 1000 മേൽ സ്വയം പര്യാപ്തത ഇല്ലാത്തതാണ്. അതെല്ലാം സ്വയം പര്യാപ്തതയിലേക്ക് വളരാനും ഉയരാനും അങ്ങനെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും സമ്പുഷ്ടമാകട്ടെ. അതോടൊപ്പം തന്നെ കേരളം സമ്പുഷ്ടമാകട്ടെ, ഇന്ത്യ സമ്പുഷ്ടമാകട്ടെ. ശബരിയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു ഭാഗം കൂടെയാണ്, കേരളത്തിന് മാത്രമല്ല. അങ്ങനെ വലിയ വിശാല മനസ്സിലൂടെ കണ്ടുകൊണ്ട് മീഡിയകൾ പ്രശ്നം സൃഷ്ടിക്കാനില്ല, പ്രശ്ന പരിഹാരം കാണാനും നല്ലതെന്ന് പറയാനും ഉള്ള വലിയ മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് പറയാറുണ്ട്. BJP നടത്തുന്ന ഈ ബദൽ അയ്യപ്പ സംഗമം അത് ശരിയാണോ? ശരിയല്ല. അയ്യപ്പ സംഘം എന്നുള്ള ഇപ്പൊ അതിൽ തന്നെ ഒരാൾ പറഞ്ഞ കേട്ട് സീതാരാമ സംഗമം നടത്തുന്നത് അവരുടെ മോർച്ചയാണ്, പിന്നോക്ക മോർച്ചയാണ്. അപ്പോൾ അവർക്കൊക്കെ വല്ല വീക്ഷണം വിവേകമുണ്ട്. എന്താണ് ഇവർ കാണിക്കുന്നത്? ഇതിനെതിരെന്തിനാ അവർ നിൽക്കണം? അപ്പോൾ ഇവരെതിരെ നിന്നുകൊണ്ട് വല്ലതും സംഭവിക്കണ്ടോ? ഇവിടെ ജനം ഇത് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടും ഈ സംഗമത്തെയും സ്വീകരിച്ചു കഴിഞ്ഞു, ശബരിമലയും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ അതിനെതിരെ നിൽക്കുന്നവൻ മഴവെള്ളച്ചാട്ടത്തിനെതിരെ പഴമറവും കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കും. രണ്ട് നിലപാടുകളോട് NSS പറഞ്ഞിരിക്കുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ഇനിയും വിവാദങ്ങൾ വലിച്ചിഴക്കേണ്ട ശബരിമലയിലേക്ക് എന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. കേസുകൾ പിൻവലിക്കണം. നേരത്തെ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലത്ത് നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള കേസുകൾ, ആ കേസുകളൊക്കെയും പിൻവലിക്കണമെന്നുള്ള ആവശ്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഉപാധികളില്ലാതെ പിന്തുണ എന്നുള്ളതായിരുന്നു നേരത്തെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ. അതുതന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നത്. യുവതീ പ്രവേശം കഴിഞ്ഞ അധ്യായമാണ്. സർക്കാർ ഇപ്പോൾ CPM സെക്രട്ടറി തന്നെ ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. SNDPയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു. ഒപ്പം തന്നെ BJP നടത്തുന്ന ബദൽ സംഗമം അത് ശരിയല്ല എന്നുള്ളതാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി നടത്തിയിരിക്കുന്ന പ്രതികരണം. ഒപ്പം തെരഞ്ഞെടുപ്പുമായി ഈ സംഗമത്തിന് ബന്ധമില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. വീണ്ടും മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വീണ്ടും വിവാദമുണ്ടാക്കാനുള്ള ശ്രമം വേണ്ട എന്നുള്ളത് അദ്ദേഹം കണിശമായി വ്യക്തമായി തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശബരിമല ഒരു വിവാദ ഭൂമിയാക്കരുത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിലെ ഏറ്റവും ക്ലാരിറ്റിയുള്ള വാചകം. എന്തായാലും ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിലപാടുകൾ ഓരോ സമുദായത്തിന്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. നേരിട്ടെത്തി ക്ഷണിക്കുകയാണ് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചെയ്തത് വെള്ളാപ്പള്ളി നടേശനെ. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള SNDPയുടെ അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായിട്ടുള്ളത്. രഘു, ഉപാധികളില്ലാതെ പിന്തുണ എന്ന് നേരത്തെ പറഞ്ഞ വെള്ളാപ്പള്ളി അത് കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇനി വിവാദങ്ങളൊന്നും വേണ്ട, പൂർണ്ണ പിന്തുണ എന്നുള്ളതാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. എന്തെങ്കിലും കണ്ടീഷൻ വെക്കുന്നുണ്ടോ? അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ധാരാളം ആളുകൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ആ കേസുകളെല്ലാം നിരുപാധികം സർക്കാർ പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. SNDP യോഗത്തിൻ്റെ മുഖമാസികയിലൂടെ തന്നെ അദ്ദേഹം എഡിറ്റോറിയലിലൂടെ തന്നെ അദ്ദേഹം ഏതാനും ദിവസം മുമ്പ് ആ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്ന് കണ്ടപ്പോഴും അദ്ദേഹത്തെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി സർക്കാരിൻ്റെ മുന്നിലേക്ക് അങ്ങനെ ഒരു ആവശ്യം വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ഈ അയ്യപ്പ സംഗമത്തെ ജനങ്ങൾ നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. ശബരിമലയുടെ വികസനമാണ് പ്രധാനപ്പെട്ട കാര്യം. യുവതീ പ്രവേശനമടക്കം അടഞ്ഞ അധ്യായമാണ്. കഴിഞ്ഞ 4-5 വർഷമായി അക്കാര്യത്തിലൊക്കെ സർക്കാർ വലിയ രീതിയിലുള്ള പിടിവാശിയോ എടുത്തിയാട്ടമോ ഒന്നും കാണിക്കുന്നില്ല. മാത്രവുമല്ല, അടഞ്ഞ അധ്യായം എന്ന് പാർട്ടി സെക്രട്ടറി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുകൂടി തന്നെ ആ വിഷയങ്ങളെല്ലാം അവസാനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്ന് മാത്രവുമല്ല, ഈ വിഷയങ്ങളിൽ എതിരഭിപ്രായം ഉന്നയിക്കുന്ന ആളുകളുടെ നിലപാട് ശരിയല്ല എന്നും കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ എത്തിയത്. ഇവിടെ നമ്മൾ അദ്ദേഹത്തോടും ചോദിച്ചു, നിങ്ങൾ ഈ മുൻപ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ്, യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിട്ടുള്ള അഫിഡവിറ്റ് പിൻവലിക്കുമോ എന്നുള്ള ചോദ്യത്തിനും പ്രശാന്ത് പറഞ്ഞത് കഴിഞ്ഞ 5-6 വർഷമായി അവിടെ യാതൊരുവിധമായ ആചാര ലംഘനവും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷത്തിലടക്കം പരാതിരഹിതമായൊരു മണ്ഡലകാലമായിരുന്നു. സർക്കാരിൻ്റെയൊക്കെ വലിയ ഇടപെടൽ കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യാതൊരു പരാതിയുമില്ലാതെ നടക്കുന്നത്. അതുകൊണ്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പരസ്യമായി മുൻ നിലപാട് തള്ളുന്നില്ലെങ്കിലും ആ മുൻ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, എന്തായാലും രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകുന്നത്. മുൻ നിലപാടുകളിൽ നിന്നും എല്ലാം നേരത്തെ NSSന്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SNDP ഇപ്പോൾ ആ നിലപാടൊക്കെ മാറുന്നു. സർക്കാർ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമത്തിന് നിരുപാധികം പിന്തുണ നൽകുകയാണ്. ഒരേ ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നതൊക്കെയും. അത് ഭക്തർക്കെതിരെ നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടത്തിയ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഭക്തർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകളുണ്ട്. ആ കേസുകൾ പിൻവലിക്കണമെന്നുള്ളത് മാത്രമാണ്.